ഹലോ, വെൽക്കം ടു ഡ്രീമി ഡെസ്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു താമരപ്പൂവാണ്. എല്ലാ പൂക്കളും ഉണ്ടാക്കുന്ന പോലെ ഇതിലും ആദ്യം തന്നെ നമ്മൾ പെറ്റൽസ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടാക്കുന്നത് താമരപ്പൂ ആയതുകൊണ്ട് പെറ്റൽസ് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കളറിങ് സ്റ്റെപ്പാണ്. കുറച്ച് പിങ്ക് കളറും കുറച്ച് യെല്ലോ കളറും ഞാനിവിടെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. താമരപ്പൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ അറ്റത്തൊരു പിങ്ക് ഷെയ്ഡും താഴേക്ക് വരുന്നതോറും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ആയിരിക്കും ഉള്ളത് അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ പെറ്റൽസിൽ മുക്കി കൊടുക്കുക, എന്നിട്ട് അതിനെ ഉണക്കിയെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സോ ജാറോ മറ്റോ യൂസ് ചെയ്ത് ഇതേപോലെ ഓരോ പെറ്റൽസും അറേഞ്ച് ചെയ്യുക. ഇതേ പ്രോസസ്സിൽ തന്നെ ഞാനൊരു റോസാപ്പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓരോന്ന് വെക്കുമ്പോഴും കുറച്ച് ഗമ്മോ മറ്റോ തേച്ചുകൂടി കൊടുത്താൽ കുറച്ചും കൂടി ഒട്ടിയിരിക്കുന്നതായിരിക്കും പെറ്റൽസ് തമ്മിൽ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പെറ്റൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ സൂക്ഷിച്ച് നമ്മുടെ ഗ്ലാസ് ഊരിയെടുക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ശരിക്കും ഒരു ഒറിജിനൽ താമരപ്പൂവിനെ പോലെ തന്നെയുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്ത് അതിലൊരു യെല്ലോ കളറും കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ താമരയ്ക്ക് ഒരു തണ്ടും കൂടി വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ ഒരു കമ്പിൽ പൈപ്പ് ക്ലീനർ ചുറ്റിയെടുത്തിട്ടാണ് തണ്ടുണ്ടാക്കി എടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ താമരപ്പൂ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. സത്യമായിട്ടും ഒരു ഒറിജിനൽ താമരനെ പോലെ തന്നെയുണ്ട് കാണാൻ. ഒറ്റ ഒരു പൂ മാത്രമേ ഉള്ളെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഇരിക്കുന്ന ഭംഗി ആ വേസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലോട്ടസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.